സ്ഥിരമായിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നവരാണോ നിങ്ങൾ? എന്നാ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 1.5 മാസം 2 മാസം കൂടുമ്പോൾ സ്ഥിരമായിട്ട് ഡെന്റിസ്റ്റിനെ പോയി കാണുകയും ഫില്ലിങ്ങുകൾ നടത്തുകയും ആയിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഓരോ പല്ല് കേടാവും, അത് ഫില്ല് ചെയ്യും, വരും. ആദ്യം എന്തേലും കേട് ആ പല്ലിന് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഫില്ലിങ് പൊട്ടിപ്പോവും. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇരുന്ന് റിസർച്ച് ചെയ്ത് ഞാൻ സ്വന്തമായി കണ്ടെത്തിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫും ഇല്ല, ഒന്നുമില്ല. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പ്രൂഫ്. നമ്മളുടെ നാട്ടിൽ എല്ലാ സാധനങ്ങളും ചീപ്പായിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ നടത്തിയിട്ടുള്ള പല വിദേശ യാത്രകളിലും നമ്മളുടെ നാട്ടിൽ ഒരു ബ്രാൻഡ് എന്ത് വിലക്കാണ് വിൽക്കുന്നത്, അതിന്റെ ഒരു ഇരട്ടിയോ അതിന്റെ 2 ഇരട്ടിയോ ആണ് വിദേശ രാജ്യങ്ങളിലെ അതിന്റെ വില. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇവര് കൊള്ളലാഭമാണല്ലോ വിദേശത്ത് എടുക്കുന്നത്. അതുകൊണ്ടല്ല. ഒരു സെറ്റ് ഓഫ് ഗവൺമെന്റ് റൂൾസ് ഉണ്ട്. ആ റൂൾസിൽ പടി ഉള്ള ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ വിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മളുടെ ഇന്ത്യയിൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ കൂടെ അത് കാശ് കൊടുത്ത് ഒതുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഗവൺമെന്റ് പല സാധനങ്ങളും സബ് സ്റ്റാൻഡേർഡിലാണ് ഇവിടെ വിൽക്കുന്നത്. വില നന്നായി കുറവായിരിക്കും, പക്ഷെ എല്ലാ സാധനങ്ങളും ലോക്കൽ സ്റ്റാൻഡേർഡാണ്. ഈ നമ്പൂതിരി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ പൊടി ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ എനിക്ക് യാതൊരു വക പല്ലിനുള്ള പ്രശ്നങ്ങളും ഇല്ല. ഇത് ഉപയോഗിച്ച് തുടങ്ങിയ അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് മറ്റൊരു ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റിന് പോകേണ്ടി വന്നിട്ടില്ല. ഇതൊരു പെയ്ഡ് കൊളാബറേഷനും കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, വിശ്വസിക്കുക. പൽപ്പൊടി ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ ഈ ഒരു ബ്രാൻഡ് ഞാൻ വിദേശത്ത് നിന്ന് മേടിച്ച ഒരു ബ്രാൻഡാണ് ഇത്. ഈ ഒരു ബ്രാൻഡ് എന്നല്ല, മറ്റേത് ബ്രാൻഡ് ആയി കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. ഇപ്പൊ ഞാൻ മലേഷ്യയിൽ നിന്ന് മേടിച്ച ഒരു ചാർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ട്, അത് അടിപൊളിയാണ്. നമ്മളൊക്കെ ഇന്ത്യയിൽ ഉമിക്കരിയിൽ നിന്ന് പേസ്റ്റ് തേക്കാൻ പഠിപ്പിച്ച ബ്രാൻഡായിരുന്നു ഞാൻ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പേര് പറയാതെ തന്നെ മനസ്സിലായുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ബ്രാൻഡാണ് ഈ ലോകത്തെ ഏറ്റവും തോൽവി എന്ന് പറയാലോ. അത്ര അധികം കെമിക്കൽസ് ആണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. പല്ല് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഈ റീൽ അയച്ചു കൊടുത്തേക്ക്. അവര് ഉപയോഗിച്ചു നോക്കി റിസൾട്ട് വന്നാൽ മാത്രം ഒന്ന് ഇതിൽ കമന്റ് ചെയ്താൽ മതി. പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ നമുക്ക് ആ ബ്രാൻഡ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാനിപ്പോ ഡെന്റ്, ഇതൊരു ഏഷ്യൻ ബ്രാൻഡാണ്. ഇത് പിന്നെ ചാർലി എന്ന് പറഞ്ഞുള്ള ബ്രാൻഡുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. ഞാൻ ഇത് പലർക്കും റെക്കമെൻഡ് ചെയ്ത് അവർക്കും അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി വിശ്വസിച്ചാൽ മതി എന്നുള്ളത്. ഞാൻ ഈ വന്നിരുന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാ. എൻ്റെ വൈഫ് ഒരു ഡെന്റിസ്റ്റാ, അപ്പൊ അവൾക്ക് പണി കുറയേ.